അറിയോ പേരൊക്കെ ഒഴിവാക്കിയിട്ടേ ഇടുള്ളൂ, ഇടുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പൊ പറഞ്ഞു. അല്ല, എനിക്ക് പേര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇതിൽ വേറെ ഒന്നും ഇല്ലല്ലോ. ആ നമ്മള് അല്ലേ പറയാ, ചിലർക്ക് അത് നമ്മളതല്ലേ അപ്പൊ കംഫർട്ട് ആ ആയിരിക്കില്ല, അതുകൊണ്ടാണ്. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് എനിക്കിപ്പോ 41 വയസ്സ്. ഓക്കെ. അപ്പൊ ഒരു 38 വയസ്സിലൊക്കെ 38 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ എന്നിൽ തന്നെ ഒരു മാറ്റം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഒരു അതായത് എന്താന്ന് വെച്ചാൽ നമ്മൾ അന്ന് വരെയുള്ള എന്തോ ഒരു ഉള്ളില് എന്തോ ഒരു മിസ്സിങ്. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറയും ഇങ്ങനെ, ഞാൻ ഇതൊന്നും അല്ല, എന്റെ അല്ല, എനിക്ക് ഇവിടെ ഒന്നും അല്ല എന്റേത്, അല്ലെങ്കിൽ ഇത് എന്റെ അല്ല, ഈ വീടൊന്നും അല്ല, ഞാൻ എന്തോ തേടുകയാണ് ഇങ്ങനെ. മനസ്സിലായി. എന്റേതല്ലാത്ത ഒരു സംഭവം ഞാനിങ്ങനെ തേടുകയാണ്. അതേപോലെ രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു 12 മണി 1 മണിയാകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്വപ്നം വരും. അതെന്താണെന്ന് വെച്ചാൽ, നീ അത്യാവശ്യമുള്ളൊരു കാര്യം ചെയ്യുന്നില്ല, പക്ഷെ അതിന്റെ സമയം കഴിഞ്ഞു പോയി, സമയം കഴിയുന്നു, സീരിയസ് ആണ്, ഭയങ്കര സീരിയസ് ആണ്, നീ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇത് ഓരോ പ്രാവശ്യം അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് എണീക്കുന്നു. പക്ഷെ ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല, എന്താണ് ഉള്ളിൽ നീ പറയണെന്ന് എനിക്കറിയില്ല. എന്നിട്ടാണ് പിന്നീട് പക്ഷെ ഞാൻ മെഡിറ്റേഷനെ പറ്റി തേടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് പറയുമ്പോഴേ എനിക്കൊരു രസമാണ്. അത് എന്താണ് മെഡിറ്റേഷൻ, എനിക്ക് അറിയണമല്ലോ, പോണല്ലോ, പക്ഷെ എനിക്കത് പോവാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീടാണ് നിങ്ങള് ഡാൻസർ ആയതുകൊണ്ടാണ് അതില് എത്തിപ്പെട്ടത്. കാരണം നിങ്ങൾ ഈ ഡാൻസിൽ നിങ്ങൾ ചെയ്യുന്ന അരമണ്ഡലവും അതൊക്കെ ഈ സ്പിരിച്വൽ എനർജിയെ പ്രൊമോട്ട് ചെയ്യും, അതിനെ ഉണർത്തും. ആ ചക്രാസ്, ബേസ് ചക്രയൊക്കെ നിങ്ങൾക്ക് ഉണരും നിങ്ങളെ അരമണ്ഡലത്തിൽ നിൽക്കുന്നതാണ്. ഈ നാട്യത്തില് ഈ അരമണ്ഡലം നിഷ്കർഷിക്കുന്നതന്നെ അതിന് വേണ്ടിയിട്ടാണ്, നമ്മളെ എനർജി ലെവല് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ശരി ശരി. ഓക്കെ, പറഞ്ഞു. അപ്പോ ഞാൻ എന്നിട്ട് അപ്പൊ ഒരു ചാനൽ ഇതേപോലെ മെഡിറ്റേഷനെ പറ്റിയിട്ട് ഇത് കണ്ടിരുന്നു. അപ്പൊ ഞാൻ മെഡിറ്റേഷന് നമ്മൾക്ക് തന്നെ സ്വയമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണെന്നുള്ള ഒരു രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. ശരി, ഞാനും ചെയ്തു നോക്കാന്നുള്ള രീതിയിൽ അത് ഓരോ ഭയങ്കര സംഭവം. ഞാനൊരു 11 മണിക്കാണ് ഇരിക്കുന്നത്, പകലൊരു എല്ലാ പണിയും കഴിച്ചിട്ട് 11 മണിക്ക് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു 1 മണിക്കൂർ ഇരിക്കണം, 1 മണിക്കൂർ ഇരിക്കാന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്നു. എനിക്ക് ഫസ്റ്റ് സിറ്റിംഗ് ആദ്യം ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് മെഡിറ്റേഷൻ കിട്ടുന്നുണ്ട്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതായത് എന്റെ മെഡിറ്റേഷൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉള്ളിൽ ഓരോന്നിങ്ങനെ കാണാം. എനിക്കിങ്ങനെ കൂടുതലായിട്ട് മലകള്, സമുദ്രം, പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഒരു ഫീലിങ്. പിന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ പറയുകയാണെങ്കിൽ ഈ ലോകം ഉള്ളിലുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ മലകൾ കാണും, ബിൽഡിംഗ് കാണും, അങ്ങനെ എന്തെങ്കിലും തോട്ടങ്ങൾ കാണും, വഴികൾ കാണും, അങ്ങനത്തെ ഒരു രീതിയൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയില്ല ഇത് പറയുമ്പോൾ ഇത് സത്യമാണോ, ഇത് മായയാണോ, ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ അന്ന് ആ സിറ്റിക്ക് ഇരുന്നിട്ട് ഞാൻ 1 മണിക്കൂറിൽ എണീക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് 12 മണിയാണ്. അപ്പോ എനിക്കത് ഭയങ്കര അത്ഭുതമായി പോയി, എങ്ങനെ നമുക്ക് 1 മണിക്കൂറിൽ കറക്റ്റ് ആയിട്ട് ഉണരാൻ പറ്റുന്ന, അലാറം വെച്ച പോലെ എണീക്കാൻ പറ്റുന്നത്. അങ്ങനെ ഞാനൊരു 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു ഗുരുജി. 6ാമത്തെ ദിവസം ഞാൻ ഡാൻസ് ടീച്ചർ ആയ കാരണം അന്ന് എനിക്ക് കുറച്ച് ചലങ്ക പൂജയുടെ തിരക്കുകൾ ഉണ്ടായിരുന്നു. 6ാമത്തെ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഈ 5 ദിവസവും ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഞാൻ ഈ 5 ദിവസവും ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ല. എന്ന് ഞാൻ മെഡിറ്റേഷൻ തുടങ്ങിയോ അന്ന് തൊട്ടിട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നില്ല. ഈ സ്വപ്നം എന്നെ കാണിക്കുന്നില്ല, നീ ചെയ്തില്ല എന്ന് പറയണ ആ സംഭവം എന്നെ കാണിച്ചിട്ടില്ല. അപ്പോ എനിക്ക് ഭയങ്കര ഇതായി. 6ാമത്തെ ദിവസം ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇരിക്കുമ്പോഴാണ് ഞാൻ ഉണരുന്നത്. അപ്പൊ ഞാൻ ഇതായിരുന്നോ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ മെഡിറ്റേഷൻ ചെയ്യാനാണോ എന്നോട് പറയുന്നത്, ഈശ്വരാന്നും പറഞ്ഞിട്ട് ഞാൻ അന്ന് ചെയ്തില്ല, അന്ന് എന്നെ എണീപ്പിച്ചു. പക്ഷെ അടുത്ത ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ദിവസം 2 പ്രാവശ്യം എണീപ്പിച്ചു. പിന്നെ അതിന്റെ അടുത്ത ദിവസം തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ രാത്രി ആണെങ്കിലും ഒരു 11 മണി ആയാലും ഞാൻ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ടേ ഉറങ്ങുള്ളൂ, അങ്ങനത്തെ ഒരു അവസ്ഥയായി. പിന്നെയും ഇപ്പോഴും അതിന്റെ ഇടയ കാലങ്ങളിൽ ഞാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്നെ എണീപ്പിക്കും. അപ്പൊ അത് ആ ഒരു സ്വപ്നം വരും, അതിന് എന്നെ എണീപ്പിക്കും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട്. പിന്നെ ഞാൻ കൊച്ചിയിലെ പറയുകയാണെങ്കിൽ കുഞ്ഞിലെ തന്നെ എനിക്ക് ഈ മെഡിറ്റേഷനിലേക്ക് ഞാൻ വരുന്നതിന് ശേഷമാണ് എനിക്ക് ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. ഞാൻ കുഞ്ഞിലെ മെഡിറ്റേഷൻ, അതായത് ഉറങ്ങാൻ കിടക്കുമ്പോൾ, അത് എത്ര വയസ്സാണെന്ന് എനിക്കറിയില്ല, അതും കുഞ്ഞില്. അപ്പൊ തൊട്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്.
അതായത് ഞാൻ അറിയാതെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ മെഡിറ്റേഷൻ ഇപ്പം ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് ആ ഫീലിംഗിലേക്ക് പോകുമ്പോൾ അന്നത്തെ ഫീലിംഗ് ഭയങ്കര രസമായിരുന്നു. അന്ന് ഞാനിങ്ങനെ മെഡിറ്റേഷൻ അല്ല, എനിക്കറിയില്ല, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഇത് എടുത്തിട്ടാണ് ഉറങ്ങുള്ളൂ. ഈ ഫീലിംഗ് കൊണ്ടുവന്നിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. അപ്പോൾ നേരെ മുകളിലേക്ക് പോകും, മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഫീലിംഗ് ആണ്. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ എന്റെ ഫീലിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ് ഉണ്ടാവില്ല. താഴെ ഇങ്ങനെ നക്ഷത്രങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു നക്ഷത്രം പോലെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് വെയിറ്റ് ഉണ്ടാവില്ല, തീരെ വെയിറ്റ്ലെസ് ഫീലിംഗാ. അപ്പോൾ ഞാൻ എങ്ങനെ അന്നത്തെ ആ കുഞ്ഞു മനസ്സിൽ ആ വെയിറ്റ്ലെസ് ഫീലിങ്ങിനെ ഞാൻ എങ്ങനെയാ വിലയിരുത്തുന്നതെന്ന് വെച്ചാൽ, ഒരു സൂചി, തുന്നുന്ന സൂചി ഉണ്ടല്ലോ, നമ്മൾ തുന്നുന്ന സൂചിന്റെ അറ്റത്ത് ഞാൻ കയറി നിൽക്കുകയാണ്. ആരോ ഇങ്ങനെ സൂചി പിടിച്ചിട്ടുണ്ട്, അതിന്റെ അറ്റത്ത് ഞാൻ കയറി നിൽക്കുകയാണ്. അപ്പൊ ആ സൂചി ഒടിയുന്നില്ല. അപ്പോ നമുക്ക് ഇതെനിക്ക് അന്നുള്ള ഇതാട്ടോ, അന്ന് ഞാൻ ചിന്തിച്ച് വെച്ചിരുന്ന വെയിറ്റ്ലെസ് ഫീലിംഗ് ആണ്. എനിക്ക് ഇപ്പോഴല്ല ഞാൻ ഇതിനെ പറ്റി ചിന്തിക്കണം, അന്ന് ആ കുഞ്ഞു മനസ്സിൽ ഉണ്ടായ ഫീലിംഗ് ആണത്. അപ്പൊ അങ്ങനെ ഞാൻ കുറെ, എത്ര വയസ്സ് വരെ എനിക്കറിയില്ല, 10-15 വയസ്സ് വരെയൊക്കെ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് സമയം, എത്ര സമയം എനിക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഉറങ്ങിപ്പോവല്ലേ. അപ്പൊ അത് ചെയ്യാൻ, അതിനുശേഷം ഞാൻ അത് വിട്ടു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ അതിന് വിട്ടതിനൊക്കെ ശേഷമാണോ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇത് വന്നത് എന്ന് എനിക്കറിയില്ല. അതേപോലെ ചെറിയ കാലങ്ങളിൽ ഞാൻ നോൺ വെജ് കഴിച്ച ഛർദ്ദിക്കുമായിരുന്നു. പിന്നെ നമ്മള് അത് വേണം എന്ന് വെച്ചിട്ട് എങ്ങനെയൊക്കെയോ പിന്നെ അതിനങ്ങ് എടുത്ത് പിന്നെ റെഡിയാക്കി കൊണ്ടുവന്നു. ഇപ്പോ 1.5 വർഷമായിട്ട് ഞാൻ നോൺ വെജ് കഴിക്കുന്നില്ല. എന്റെ മോനും ഞാൻ നിർത്തിയതിന് ശേഷം എന്റെ മോൻ നിർത്തി, എന്റെ ഹസ്ബൻഡ് നിർത്തി. ഇവരെല്ലാം എനിക്ക് സപ്പോർട്ടാണ്. മോൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. അവനിങ്ങനെ മുൻജന്മങ്ങൾ കാണുന്നുണ്ട്, അതേപോലെ നടക്കാതിരിക്കുന്നത്. നിങ്ങളുടെ പ്രാക്ടീസ് ഉണ്ടല്ലോ, വെറുതെ പിന്നെ ശ്വാസത്തെ നിരീക്ഷിക്കുക എന്നുള്ള ആ പ്രാക്ടീസ് ഇപ്പൊ തന്നെ ചെയ്യിപ്പിക്കൂ. അവര് വേറൊരു ലെവലിലെത്തും കുറച്ച് കഴിയുമ്പോഴേക്കും. അപ്പൊ അവരത് കുറേശ്ശെ അത് പ്രോത്സാഹിപ്പിച്ചാല് അവനവന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഇരിക്കാൻ കുറച്ച് സമയം അനുവദിക്കുക. അപ്പോ ബ്രൈറ്റ് ആയിട്ട് വരും, എല്ലാം തെളിഞ്ഞു വരും. അവന് ഒരു ഭയങ്കര ഒരു വ്യത്യാസമുള്ള കുട്ടിയാണ്. അവനെ ഇങ്ങനത്തെ ഒരുപാട്, അതേപോലെ ഗുരുജി എനിക്ക് അവൻ ഓരോ കാര്യങ്ങള്, അതായത് ഈ കുട്ടി ഇങ്ങനെ എന്താ പറയാ, ഓരോ കാര്യങ്ങള് സ്പിരിച്വാലിറ്റിനെ പറ്റി പറഞ്ഞു കേട്ട് ഇവൻ ഇവിടെ നിന്നാണ് ഈ അറിവുകൾ കിട്ടുന്നത് എന്ന് അത്ഭുതപ്പെട്ടു പോകും. അതേപോലെ ഇവന് ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വന്നിട്ട് അതായത് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി നോക്കുമല്ലോ. ഞാനിങ്ങനെ കണ്ടു അത് സത്യമാണെന്ന് ഇവൻ ഫലിപ്പിക്കില്ല. ഇവൻ ഷോർട്ടായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നീട് ചോദിച്ചാൽ പറയാം അത് അത്രേ പറയാൻ പറ്റുള്ളൂ. അതങ്ങനെ പറഞ്ഞൂടാ, ഭയങ്കര മെച്ചൂർഡായിട്ട് പറഞ്ഞോളെ. അപ്പൊ പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. മറ്റുള്ള സാഹചര്യങ്ങളിൽ ഇവന്റെ സംസാര രീതി വേറെ. പക്ഷെ ഈ സ്പിരിച്വാലിറ്റിയോ മറ്റുള്ള കാര്യങ്ങളോ വലിയ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവൻ ഭയങ്കര ഷോർട്ടായിട്ടേ സംസാരിക്കുള്ളൂ. അപ്പൊ അവന്റെ രീതിയും അവന്റെ സംസാരം ഒക്കെ വേറെയാ. അവൻ വേറൊരു രീതിയിൽ സംസാരിക്കും. അപ്പൊ എനിക്കിതൊക്കെ കാണുമ്പോൾ നമ്മളിലുള്ളതാണോ, നമ്മൾക്ക് ഒരു കുഞ്ഞ് പറഞ്ഞു നമ്മളിലുള്ള ഒരിതാണോ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇതൊക്കെ ഏതൊക്കെയോ നിയോഗങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെ ആയതും ആ കുട്ടി ഇങ്ങനെ ആയതും ഒക്കെ എന്താ പറയാ, വേറെ ചില നമ്മൾ ജന്മം എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന ജന്മങ്ങളിലൂടെ പകർന്നു വരുന്നതാണ്. അപ്പൊ അതൊക്കെ ഒരു നിയോഗമാണ്. അതേപോലെ ഇപ്പൊ എന്താന്ന് വെച്ചാല് ഞാൻ ആദ്യം ഇതേപോലെ ഇങ്ങനെ ഓരോന്ന് കാണുമായിരുന്നു. ഇപ്പോഴും കാണും, പക്ഷെ അതിന് നീളമില്ല, ഒരുപാട് നീണ്ടു പോവില്ല. എനിക്ക് ഇതിന്റെ ഇടയിലുണ്ടായ ഭയങ്കര ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഓംകാരല്ലേ. ഓംകാരത്തിന് എനിക്ക് സ്പിരിച്വാലിറ്റിനെ പറ്റി ഒരു അറിവും ഇല്ലാത്ത ആളാണ് ഞാൻ. ഒന്നുമില്ല എന്റെ കയ്യില്. പക്ഷെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, മെഡിറ്റേഷൻ ചെയ്ത് ആദ്യ മാസങ്ങളിലാണെന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു. അത് തമിഴിലാ പറഞ്ഞത്. ഞാൻ തമിഴ്നാട്ടിൽ നിൽക്കണേ കൊണ്ടാണെന്ന് എനിക്കറിയില്ല. തമിഴിലാണ് പറഞ്ഞത്. ഓംകാരങ്ങൾ 3 സ്വരങ്ങൾ ചേർന്നുണ്ടായതാണ് ഓംകാരം. 3 സ്വരങ്ങൾ ചേർന്ന് ഉരുവാണത് ഓംകാരം എന്നിങ്ങനെ പറഞ്ഞു തന്നിട്ട്. അപ്പോ ഞാൻ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ അപ്പൊ മറന്നു പോകും. ഇങ്ങനെ എന്തേലൊക്കെ കേൾക്കും ഞാൻ, പക്ഷെ മറന്നു പോണത് കൊണ്ട് അപ്പൊ ഞാൻ എന്താട്ടി, എനിക്കിത് ഓർത്തിരിക്കണല്ലോ. ഈ ഓംകാരത്തിന് 3 സ്വരങ്ങളാണെന്ന് പറഞ്ഞപ്പോ എനിക്കത് എന്തോ സ്ട്രൈക്ക് ആയിട്ട് ഞാൻ പെട്ടെന്ന് അതിന് കണ്ണൊന്നും തുറന്നില്ല, പക്ഷെ ഒന്ന് ഉണർന്നിട്ട് ഞാൻ എന്താട്ടി, ഇത് ഓർത്തു ഒന്നും കൂടെ ഓർത്തു. പിന്നെ അതിനുശേഷം എനിക്കൊന്നും ഉണ്ടായില്ല. പക്ഷെ അതിനുശേഷം ഇതിങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. എന്നിട്ട് എന്നോട് ആരൊക്കെയോ വീണ്ടും ഇങ്ങനെ പറഞ്ഞു തന്നു അത് ശരിയാണ്. ഞാൻ ആരോടൊക്കെ ചോദിച്ചു ഇങ്ങനെ ആണോ എന്താണ് ഇങ്ങനെ കേട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു തന്നു അതെ അങ്ങനെയാണ്. പക്ഷെ ഇതൊന്നും എനിക്ക് അറിയണ കാര്യങ്ങളല്ല.
പക്ഷെ ആ അനുഭവം ഒന്നും എനിക്ക് ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്താണെന്ന് വെച്ചാല് ഞാൻ മെഡിറ്റേഷൻ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വരും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാങ്ക് ആണ്, ഒന്നും അറിയുന്നില്ല. കുറേ നേരം നമ്മൾ എത്ര നേരം ഇരിക്കണം ഒന്നും അറിയുന്നില്ല. പിന്നെ അതൊരു സുഖമുണ്ട്. നമുക്ക് ഉറക്കത്തിന്റെയും ഉണർവിന്റെയും ഇടയിലാണോ ഒരു ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ടെന്നല്ലാതെ എനിക്കൊന്നും അറിയുന്നില്ല, ഒന്നും കാണുന്നില്ല. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും കാണുന്നില്ല. ഇനി കാണുന്നുള്ളത് ഞാൻ അറിയാത്തതാണെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പൊ എനിക്കാണെങ്കിൽ എന്താന്ന് വെച്ചാ എനിക്ക് എന്തൊക്കെയോ ഇനി അറിയണം. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞ ഒരു ഗുരു ഇല്ല, ഒന്നുമില്ല. ഞാൻ എവിടെയാണ് പോകേണ്ടത്, എന്താണ് പോകേണ്ടത് എനിക്ക് അറിയുന്നില്ല. ഇപ്പോ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പോലും ഞാനൊരു ഗുരുവിനെ തേടി പോയിട്ട് ഞങ്ങൾക്കത് ശരിയായില്ല. അതായത് ഭയങ്കരമായിട്ട് അവിടെ ചെന്ന ഉടനെ, അതായത് ഞാനിപ്പോ ഒന്നും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുവോ ഒന്നുമില്ല. പക്ഷെ അവിടെ ചെന്നപ്പോ എനിക്കത് സാധിച്ചില്ല. അവര് പറയുന്ന ചില കാര്യങ്ങളോട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് ഈ കൊന്നു തിന്നുന്നതിനും മാംസം കഴിക്കുന്നതിനും ഒക്കെയാണ്. മാംസം കഴിക്കുന്നത് തെറ്റല്ല എന്ന് പറയുന്നുണ്ട്, ശരിയാണ്. ഞാനും അതിന് എതിരല്ല. നിങ്ങൾ കഴിക്കേണ്ടവര് കഴിച്ചോളൂ. പക്ഷെ കഴിക്കാത്ത ഒരാളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുക, പിന്നെ കുഞ്ഞിന്റെ മുമ്പിൽ ഇരുന്ന് സെക്സിനെ പറ്റി സംസാരിക്കുക. ഞാനും മോനും ഏട്ടനൊക്കെയാണ് പോണത്. എനിക്കറിയില്ല എന്തായിരുന്നു അന്ന്. പക്ഷെ ഈ ഇതുകൊണ്ടൊന്നും അല്ല ഞാൻ അവിടെ എനിക്കവിടെ പറ്റാതിരുന്നത്. എന്തോ എന്നിൽ അവിടെ പ്രവർത്തിച്ചു. ഞാൻ അവിടുന്ന് പോന്നു. അപ്പൊ എനിക്കിപ്പോ പേടിയാണ്. ഞാനൊരു ഗുരുവിനെ ഇങ്ങനെയാണ് സെലക്ട് ചെയ്തെടുക്കുക. എനിക്കത് കിട്ടുവോ? ഞാൻ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇനി ഞാൻ മുന്നോട്ട് പോകണ്ടേ? എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. എനിക്ക് എല്ലാവരും ലൈഫിന്റെ സക്സസിനും പണം ഉണ്ടാക്കാനും പത്രാസിനും ഒക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പോകുന്നുണ്ട്. എല്ലാതും നമുക്ക് വരുന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാൻ ഒന്നേ ഉള്ളൂ, ഈശ്വര സാക്ഷാത്കാരം. എനിക്ക് ഈ വാക്കാണോ ഞാൻ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഈ വാക്ക് ശരിയാണോന്നും എനിക്കറിയില്ല. എനിക്ക് ഈശ്വരനെ അറിയണം, അല്ലെങ്കിൽ എനിക്ക് എങ്ങോട്ടോ എത്തണം. അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ലോകം ഇപ്പൊ എന്റെ അല്ല. ഞാൻ എവിടേക്കോ പോവാൻ നിൽക്കുകയാണ്. എനിക്ക് അതിലേക്കുള്ള സ്റ്റെപ്പാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണേന്നുള്ള ചിന്തയാണ് എനിക്കിപ്പോ. അപ്പൊ അതിലേക്ക് ഞാൻ എങ്ങനെ എത്തിപ്പെടാൻ പറ്റും? അതിലേക്ക് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ വെറുതെ മെഡിറ്റേഷൻ ചെയ്താലോ കണ്ണടച്ചിരുന്നാലോ എനിക്ക് എത്തിപ്പെടാൻ പറ്റുമോ? അത് ഇനി ഞാൻ എന്തെങ്കിലും അടുത്ത സ്റ്റെപ്പ് വെക്കണോ? ആരാണ് എനിക്കൊരു ഗൈഡൻസ് തരുന്നത്? എനിക്കതൊന്നും അറിയുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു ഗുരുവിനെ തേടിപ്പോയി അതേപോലെ മടങ്ങി വന്നു. എനിക്കത് പറ്റുന്നില്ല. അപ്പോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഗുരുവിനെ നമ്മൾ തേടി പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ട ക്രിയ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗുരുവും എല്ലാം നമ്മളിലേക്ക് വരും. തേടി ചെന്നാലൊന്നും കിട്ടില്ല. തേടല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഗുരു നമ്മളിലേക്ക് വരുന്ന പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നല്ല, ഏതെങ്കിലും രീതിയിലൊരു കണക്ഷനായിട്ട് വരും. അപ്പോൾ നമ്മൾ അവിടെ പോകും. അത് അങ്ങനെയൊക്കെ വരാം, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. എന്തായാലും ഗുരുവൊക്കെ നമ്മളിലേക്ക് എത്തും. ഇപ്പോ പിന്നെ ആ ഒരു ഗുരു നമ്മളിലേക്ക് എത്തിയത് കൊണ്ടാണ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോ തോന്നലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓംകാരത്തിന്റെ കാര്യം, ഒരു കാര്യം മിസ്സിംഗ് ആണ്, അത് ചെയ്യെന്ന് പറയണതൊക്കെ. അത് സൂക്ഷ്മത്തിലും ഗുരുക്കന്മാർ വരും, സൂക്ഷ്മമായിട്ടും വരും. ഇങ്ങനെ ശരീരം എടുത്തിട്ട് മാത്രമല്ല. നമ്മൾ ഏതെങ്കിലും ഒരു പരമ്പരയിലത്തെ ആണെങ്കിൽ അതിൽപ്പെട്ട ഗുരുക്കന്മാര് സൂക്ഷ്മ രൂപത്തിലും നമുക്ക് വന്ന് നിർദ്ദേശങ്ങൾ തരും. അപ്പം അതിനു വേണ്ടി നമ്മൾ കാതോർത്താം. നമ്മള് ഈ വരുന്ന സന്ദേശങ്ങളെ അതിനെ മനനം ചെയ്താൽ അതിന് നമുക്ക് എന്താ സന്ദേശം എന്നുള്ളത് കൃത്യമായിട്ട് വെളിപ്പെടും. അപ്പോൾ നിങ്ങൾ ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് അധികം ഒന്നും ചെയ്യാനില്ല, കുറച്ചേ ചെയ്യാനുള്ളൂ. അപ്പോൾ ദിവസവും ധ്യാനം ചെയ്യുക. കണ്ണടച്ചിട്ട് നമ്മളെ ശ്വാസത്തെ, ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്നത് മാത്രം നിരീക്ഷിച്ച് ഇരിക്കുക. ഇരുപുരികങ്ങൾക്കിടയ്ക്കുള്ള ബിന്ദുവിൽ അവിടെ ശ്രദ്ധിച്ച് തല മടക്കാതെ, ഇടുപ്പ് മടങ്ങാതെ, നട്ടെല്ല് മടങ്ങാതെ നിവർന്നിരുന്ന് കഴിയുന്നത്ര സമയം ആ ഭ്രൂമധ്യത്തിൽ ശ്രദ്ധിച്ച് ശ്വാസം അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും മാത്രം നിരീക്ഷിച്ചിരിക്കുക. ഇത് നമ്മൾ ശ്രദ്ധിക്കണമല്ലേ? എന്റെ രീതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അതായത് ഇത്
ഞാൻ ആ ഒരു മെഡിറ്റേഷൻ എനിക്ക് വരുമ്പോൾ എനിക്ക് ഇത്ര ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയിലുള്ള സ്റ്റേജാണ്. ആ അല്ല, സ്റ്റേജ് ഞാൻ പെട്ടെന്ന് തേടി അതിനാണ് പോവാണ്. പുറത്തു വരേണ്ടത്. ആ സ്റ്റേജ് ആ അബോധത്തിന്റെ സ്റ്റേജാണ്. ആ ആ അബോധത്തിൽ നിന്ന് നമ്മൾ ബോധത്തിലേക്കാണ്, കൂടുതൽ കൂടുതൽ ജാഗ്രതയിലേക്കാണ് പോകുന്നത്. ആ അപ്പോൾ ജാഗ്രത ആണ് വേണം. അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് ചിലപ്പോൾ ഉറക്കത്തിലേക്കായിരിക്കും വീഴുക, മയക്കത്തിലേക്കാണ് വീഴുക. ആ അങ്ങനെ ആ ആ നേരത്തെ ആ ഈ ആ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ പരിപൂർണമായ ജാഗ്രതാവസ്ഥയിലേക്കാണ്, എല്ലാം ഉം അറിയുന്ന ഉം അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഉം ഉം അതിന് പല വിദ്യകളുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ശബ്ദങ്ങൾ, പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ, ദൂരത്തുനിന്നൊക്കെ കേൾക്കുന്ന ശബ്ദങ്ങളിൽ കാതോർത്ത് ഉം ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഞാൻ അങ്ങനെയാണ്. ഞാൻ ശിവന്റെ ഞാൻ ശിവഭക്തിയാണ്. അപ്പൊ ഞാൻ ഭഗവാന്റെ ഒരു സോങ് ഉണ്ട്, അത് 1 മണിക്കൂറിന്റെയാണ്. അപ്പൊ ഞാൻ അത് ഇടും മൊബൈലിൽ, അത് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുക. പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടം. ഇപ്പൊ എന്താ പറയാ, അതിലേക്ക് പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ മെഡിറ്റേഷനിലേക്ക് ഇരുന്ന് കഴിഞ്ഞാല് ഞാൻ സ്വബോധത്തോടെ ഇരിക്കുമ്പോ ഇല്ലില്ല, എനിക്ക് അതിലേക്ക് പോകണം പെട്ടെന്ന്. ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അത് ഞാൻ. ചെയ്തോളൂ. ഏതാണോ നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നത് അതാണ് നമുക്ക് ഇഷ്ടം തോന്നുക. മറ്റത് ആ ബാധ്യതയായിട്ട് ആ തോന്നും, പണിയായിട്ട് തോന്നും. നമ്മൾ ആ ആ ആസ്വദിച്ച് ചെയ്യുന്ന മെഡിറ്റേഷൻ ഏതാണോ ആ അത് മാത്രം ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ മനസ്സിലുണ്ടാവേണ്ട ഒരു ധാരണ ഇതാണ്: മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അബോധത്തിലേക്ക് പോകലല്ല, കൂടുതൽ കൂടുതൽ ആ ബോധത്തിലേക്ക് വരലാണ്, ഉണർവിലേക്ക് വരലാണ് ബോധം. എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് അതിൽ ആ മുഴുക. അപ്പോൾ ആ ആ അപ്പോൾ പിന്നെ അടുത്ത സ്റ്റേജൊക്കെ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ വരും. ആ ആ ആ. അതേപോലെ ഈ പ്രാണായാമം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടോ ഇതിലേക്ക് പ്രാണായാമം ചെയ്യുന്നത് കൂടുതൽ? നല്ല തന്നെയാണ്. ആ നിങ്ങളെ അതും സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ സ്പിരിച്വാലിറ്റിയും തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ സ്പിരിച്വാലിറ്റി ആയിട്ട് പ്രാണായാമം എന്ന് പ്രാണായാമം എന്നാണ്. ഇപ്പോൾ പ്രാണായാമത്തിന്റെ അടുത്ത സ്റ്റേജാണ് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ ഈ പ്രാണനെ നിരീക്ഷിക്കുക എന്നുള്ളത്. ആ പ്രാണായാമത്തിലൂടെയാണ് മനസ്സിനെ നമ്മൾ സൈലന്റ് ആക്കുന്നത്. ആ കാരണം ഈ ശ്വാസം നടക്കുമ്പോഴാണ് മനസ്സ് ഉം ചലിക്കുന്നത്. മനസ്സിന്റെ ഉം ഉം ചലനങ്ങൾ നിർത്തുക എന്നുള്ളതാണ് യോഗം എന്ന് പറയുന്നത്. മനസ്സിന്റെ ചലനം ഉം നിന്ന് കഴിയുമ്പോൾ നമ്മളുടെ ബോധം മാത്രമേ ഉണ്ടാവുള്ളൂ, കോൺഷ്യസ്നെസ് മാത്രമേ ഉണ്ടാവൂ, ചിന്തകൾ ഉണ്ടാവില്ല. ഉം ഈ ചിന്തകളില്ലാത്ത ജാഗ്രതാവസ്ഥയെയാണ് നമ്മൾ സമാധി അവസ്ഥ, തുരീയ അവസ്ഥ എന്നൊക്കെ പറയുന്നത്. അത് ഉം പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നത്. ഉം ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്താൽ ഞാൻ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഉള്ള ഒരു പുസ്തകം അയച്ചു തരും. ആ അത് വായിച്ചു. മലയാളം അറിയില്ലേ? അറിയാം. ഞാൻ മലയാളിയാണ്. ഞാൻ പാലക്കാടാണ് വീട്. ആ, പാലക്കാട് എവിടെയാണ്? ഉം. പാലക്കാട് അട്ടപ്പാടി. ഓക്കെ. അപ്പോൾ ആ ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽ ആയിട്ട് വളരെ സരളമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഉം വായിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി വരും. ഉം കേട്ടോ. ഉം ഓക്കെ ഗുരുജി, പിന്നെ ഒരു കാര്യം കൂടെ. എനിക്കിപ്പോ മുന്നേ ഞാനൊരു ഒരു 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 സ്ത്രീ പറയണതാണ് കേട്ടത്, അവരുടെ അനുഭവങ്ങളെ. അപ്പൊ അതിൽ പറയുന്നുണ്ട്, അവരോട് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം കഴിക്കാൻ പറഞ്ഞു, വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ. ഉം. പക്ഷെ എന്റെ അവസ്ഥ എങ്ങനെയാന്ന് വെച്ചാ, ഞാന് ഭക്ഷണത്തിന് ഓർക്കുന്നേ ഇല്ല. ഉം. എനിക്ക് എപ്പോഴെങ്കിലും ഇപ്പൊ ഞാൻ കാലത്ത് കഴിക്കുന്ന ഒരു ഗ്ലാസ് ചായയും കുറച്ച് നട്ട്സും ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കും ഞാൻ. എനിക്ക് ഇതായത് മറ്റുള്ളവര് എന്ത് കഴിച്ചില്ല, ഇത് തികയോ അല്ലെങ്കിൽ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ അതെന്താ വെച്ചാൽ ഒരു ലെവലിന്റെ മുകളിൽ എത്തുന്ന സമയത്ത് നമുക്ക് ആ എനർജി വരും, കോസ്മിക് എനർജി നമ്മൾ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ഭക്ഷണം അത്ര ഒരു പ്രധാനമുള്ള സംഭവമല്ല, അതങ്ങനെ വരും. അതൊക്കെ ഇതിൻ്റെ ഹൈറ്റ്സിൽ, ഈ സ്പിരിച്വൽ ഹൈറ്റ്സിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. അവരോട് ഞാൻ ഭക്ഷണം കഴിക്കാനല്ല പറഞ്ഞത്, അവർക്ക് അങ്ങനെ ഒരു നിർദ്ദേശം ഉള്ളിൽ നിന്ന് വന്നിരുന്നു. ഈ ഡ്രൈ ഫ്രൂട്ട്സ് അവർ അഗ്നിസ്വരൂപമായതുകൊണ്ട് അവർ ആ ഉപാസന ചെയ്തിരുന്നതുകൊണ്ട് അവർക്ക് ജലാംശം ആവശ്യമില്ല, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ മതിയെന്ന് അവരുടെ ഉള്ളിൽ നിന്ന് വന്നു. അപ്പം മക്കളത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് അത് തന്നെ തുടർന്നോളൂ, അതുകൊണ്ടൊന്നും അപകടം ഉണ്ടാവില്ല. ഉള്ളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളെ പിൻപറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ നമ്മളുടെ ബുദ്ധി പ്രയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അത് ആ സ്വാഭാവികമായിട്ട് തന്നെ എടുത്തെടുത്ത് മുന്നോട്ട് പോകും.
അപ്പൊ നമുക്ക് തന്നെ, അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നത് നമ്മൾ വേണ്ടത് നമ്മുടെ കിട്ടിക്കോളും. ഉള്ളിൽ നിന്ന് വരും. അത് ആ. എടുത്തോളൂ. അതേപോലെ വെള്ളമൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇതിന് ഫുഡിനെ പറ്റി ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. ഒരു എനിക്കതെന്തോ. കാര്യത്തിലും നമ്മള് ഈ പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിലുള്ള സത്യം. ഇതൊക്കെ പഠിക്കുന്നതാണ്. നമ്മൾ 10 ഗ്ലാസ് വെള്ളം കുടിക്കണം, പിന്നെ ഇത്ര മുട്ട കഴിക്കണം, ഇത്ര പ്രോട്ടീൻ കഴിക്കണം, ഇത്ര കൊഴുപ്പ് കഴിക്കണം, ഇത്ര mg അത് വേണം ഇത് വിഡ്ഢിത്തരം എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് വിഡ്ഢിത്തരമല്ല, അതല്ല ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ കണക്ക് നോക്കിയിട്ടല്ല ഫോളോ ചെയ്യേണ്ടത്. നമ്മളുടെ ശരീരം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളോട് ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രകൃതിയെ ആണോ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ നമ്മൾ പിന്നെ ബുദ്ധിയെ ആശ്രയിക്കുകയാണ്. വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുള്ള ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് അതല്ല അതിൻ്റെ ശരി. ഈ സിസ്റ്റം എന്ന് പറയുന്നത് അത് അതിൽ തന്നെ പരിപൂർണമായും ശരിയാണ്. സിസ്റ്റത്തിന് നിലനിൽക്കാനുള്ള എല്ലാ ഉപാധികളും സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം ആവശ്യപ്പെടും. അതിനാണല്ലോ ദാഹം തോന്നുന്നത്. നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് നിങ്ങളുടെ ശരീരം പറയുന്നതാണ് ദാഹം. അപ്പോൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. വിശക്കുന്നു എന്ന് നിങ്ങളുടെ ശരീരം പറയുന്നതാണ് നിങ്ങളുടെ ഊർജം കുറഞ്ഞു എന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ് വിശപ്പ്. അപ്പോൾ നിങ്ങൾ ആഹാരം കഴിക്കും. അപ്പോൾ ഇന്ന സാധനങ്ങളോട് ഇഷ്ടം നമുക്ക് ഇപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മാങ്ങ, പുളി അതൊക്കെ വേണം തോന്നുന്നത്? എനിക്ക് ആ സമയത്തും തോന്നിയിട്ടില്ല. അല്ല, കോമൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളതല്ല, തോന്നിയതൊന്നുമില്ല. ആളുകൾക്ക് കോമൺ ആയിട്ട് അങ്ങനെ തോന്നാൻ എന്താ കാരണം? അവർക്ക് ആ സമയത്ത് ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എന്തോ ചില സാധനങ്ങൾ അതിലുണ്ട്, അത് വേണം. അതായത് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഒരു ആടിന്റെ കുട്ടിക്ക് ജനിച്ചു വീണ ഉടനെ പുല്ല് പോയി കടിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അമ്മയുടെ മുല കുടിക്കാൻ ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ അത് ചെയ്തത്? അപ്പോൾ അങ്ങനെയാണ് ജന്മവാസനകൾ എന്ന് പറയുന്നത്. ഈ പ്രകൃതി ഇതിന്റെ ഉള്ളിൽ ഓരോ ജീവിയുടെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യൻ മാത്രം ഈ കുറച്ച് വിവരം കൂടിയതുകൊണ്ട് പിന്നെ അതിനെയൊക്കെ അതൊരു അപകടാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിൽ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട സാധനമാണ്. അത് ജീവിതത്തിൽ ഉടനീളം ഫോളോ ചെയ്യേണ്ടതല്ല. ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, പിൻപറ്റേണ്ടത് നമ്മളുടെ ശരീരം കാണിക്കുന്ന സിംറ്റംസിനെയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ആവശ്യങ്ങൾ എന്താണോ ആവശ്യമുള്ളത് അത് വേണമെന്ന് നമ്മുടെ ശരീരം പറയും. അപ്പോൾ അതാണ് ഫോളോ ചെയ്താൽ. എനിക്ക് ചില സമയത്ത് എനിക്ക് വിശപ്പൊക്കെ വരും. ആ വിശപ്പ് വന്നാലും ഞാൻ കഴിച്ചിട്ടില്ലാന്ന് വെച്ചോ, അത് അപ്പം തന്നെ കുറച്ച് കഴിയുമ്പോൾ പോവും. പിന്നെ എനിക്ക് വിശക്കുകയില്ല. പിന്നെ എത്ര നേരം വേണേലും ഇരിക്കാം. അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗുരുജി പറഞ്ഞ പോലെ വേണല്ലോ എന്ന് ഓർത്ത് നമ്മൾ കഴിക്കും. അങ്ങനെയൊക്കെ വിശപ്പ് തോന്നുമ്പോൾ കഴിക്കുക. അതിനപ്പം എന്തിനാ കഴിക്കാതിരിക്കുന്നത്? വിശപ്പ് തോന്നുമ്പോൾ എന്താ കഴിക്കാൻ കിട്ടില്ല അത് കഴിക്കുക. അപ്പോൾ അതിന് നമ്മൾ അനുസരിക്കണം. അല്ലാതെ അത് തോന്നുമ്പോൾ ശരീരം ഒന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുകയല്ലേ. അല്ല, അങ്ങനല്ല പറഞ്ഞത്. നമ്മൾക്ക് സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ഞാൻ ക്ലാസ്സിന് പോകും, ആ സമയത്തായിരിക്കും എനിക്ക് വിശക്കും. അപ്പോൾ ചിലപ്പോൾ കഴിക്കുക, അപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ രാത്രിയൊക്കെ വന്നതിന് ശേഷം അപ്പോൾ അതല്ല പറഞ്ഞത്. ഇപ്പൊ എനിക്ക് വിശപ്പിന്റെ എങ്ങനെയാ ഒരാൾക്ക് വിശക്കുകയെന്ന് എനിക്കറിയില്ല. ഇത് വിശന്നുകൊണ്ടേ ഇരിക്കുമല്ലോ, ചോദിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷെ എനിക്ക് ആ വിശപ്പ് കാണിക്കും. അപ്പോൾ കുറച്ചു നേരം, ആ സമയം കഴിഞ്ഞാൽ പിന്നെ ആ വിശപ്പില്ല. പിന്നെ നമ്മൾ ശരീരം പൊരുത്തപ്പെടുന്നതാണ്. പക്ഷെ നമ്മൾ ആ നേരത്ത് കഴിക്കണം അല്ലേ? ശരീരം എന്താ ആവശ്യപ്പെടുന്നത് അത് ആ സമയത്ത് കിട്ടുന്നത്. അതിപ്പോൾ നിങ്ങൾ സദ്യ തന്നെ ഉണ്ണണമെന്നൊന്നുമില്ല വിശക്കുമ്പോഴേ. ആ സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനം, കൺവീനിയൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കാം. ഒരു 2 പഴം കഴിച്ചാൽ പോലും മതി. അങ്ങനെ അതിനെ കയറി ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ അനുഭവങ്ങൾ പാലക്കാട് തന്നെ. എന്താ പേരെന്താ? ദേവരാജൻ. വളരെ നന്ദി. ഉടനെ എടുത്തു ഇത്രയും സംശയങ്ങൾക്ക് മറുപടി തന്നതിന്.